മുനീർ അരവത്ത്, ഒരൊറ്റ ചോദ്യം. നിങ്ങളുടെ സിറ്റിംഗ് MP വടകര നിന്നാൽ മത്സരിച്ചു വിജയിക്കില്ല എന്നുള്ള ഭീതി കൊണ്ട് ഒളിച്ചോടിയതാണ് തൃശ്ശൂരിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? കോൺഗ്രസ് എടുത്ത നിലപാട് എക്കാലത്തും മതേതര നിലപാടുകളാണ്. ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഒരു താമര വിരിയാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിത നയമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണോ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടത്? കോൺഗ്രസ് എക്കാലത്തും അത് നടത്തിയിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണോ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടത്? കോൺഗ്രസിന്റെ ഐക്യമുന്നണിയുടെ ചരിത്രത്തിൽ ഒരുപാട് തവണ സ്ഥാനാർത്ഥിമാരുടെ പ്രഖ്യാപനത്തിൽ ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 71 ഇവിടെ ലീല ദാമോദര മേനോന്റെ പോസ്റ്റർ അടിച്ച് ഫ്ലെക്സ് വെച്ച് ചുമരെഴുത്ത് നടത്തിയതാണ്. ആ ലിസ്റ്റ് മാറിയിട്ടാണ് KP ഉണ്ണികൃഷ്ണൻ വന്നത്. അന്നൊരു ഈ പറഞ്ഞതുപോലെ ഒരു വിചാരിക്കാത്തവരെയാണ് AP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ KP ഉണ്ണികൃഷ്ണൻ UDF ആണ് ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. 2019 ഇതേപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി 19 നിയോജക പാർലമെന്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വടകരയിൽ മാത്രം ഒഴിച്ചിട്ടു. അവസാന നിമിഷമാണ് ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടന്നു വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. 2019 ചോദ്യമാണ് സ്ട്രെയിറ്റ് ആയിട്ട്. വടകരയിലെ സിറ്റിംഗ് MPക്ക് വടകരയിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ? അല്ല, ഇവിടെ കൃത്യമായി K സുരേന്ദ്രനും അതുപോലെ തന്നെ EP ജയരാജനും അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. LDFന്റെ കൺവീനർ EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് CPMന്റെ നേതാവും ഇടതുപക്ഷത്തിന്റെ കൺവീനറുമാണ്. K സുരേന്ദ്രൻ ഒരു പ്രസ്താവനയുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ബൈ ഇലക്ഷനും ഉണ്ടാകില്ല. ഇത് K സുരേന്ദ്രനാണ് പറയുന്നത്. ഈ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അവിഹിതമായി ബാന്ധവമുണ്ടാക്കി അടച്ചിട്ട റൂമുകളിൽ ചർച്ച നടത്തി തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാനും വടകരയിൽ BJPയുടെ വോട്ട് വാങ്ങി മറിച്ച് സംവിധാനം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പറയുന്നത് കേൾക്കൂ. അതായത് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് സീറ്റാണ് BJP കേരളത്തിൽ നമ്പർ 1 സീറ്റായി കണക്കാക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയപ്പെടുന്ന സീറ്റ്. ആ സീറ്റ് ഒരു കാരണവശാലും കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് K മുരളീധരൻ. അപ്പൊ ഇവിടെ വന്നത് സ്റ്റാർ അല്ലേ? ആണ്. അതിലും സ്റ്റാർ ആണ് വന്നത്. ഞങ്ങളെടുത്ത തീരുമാനം അവിടെ BJPയെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിനേക്കാളും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി K മുരളീധരനാണ്. ഇവിടെ ഷാഫി പറമ്പിലായാലും K മുരളീധരനായാലും UDF ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ജയിച്ചു വരാനുള്ള കളം ഇവിടെയുണ്ട്. അതുകൊണ്ട് വടകര സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി ആശങ്കയുമില്ല, ഭയമില്ല. KK ശൈലജ ടീച്ചർ നിപ്പ പ്രതിരോധത്തിലൂടെ, കോവിഡ് പ്രതിരോധത്തിലൂടെ ഇപ്പോഴും സ്ത്രീ മനസ്സുകളിൽ ഒരു വലിയ നേതാവാണ്. അതൊക്കെ നമ്മള് അതിന്റെ എന്താ പറയാ ഒരു PR വർക്കിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊയ്മുഖമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. ശൈലജ ടീച്ചറുടെ അഴിമതിയെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോയി കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണ്? ഒരു മിനിറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയുണ്ട്. അരമണിക്കൂറിന് ഉള്ളിൽ അരുൺകുമാറിനെ കാണാൻ അദ്ദേഹം ഇവിടെ വരികയും ചെയ്യും. അദ്ദേഹം ഇവിടെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ഞാൻ ചോദിക്കുന്നു ശൈലജ ടീച്ചറുടെ കോവിഡ് കാലത്തെ അദ്ദേഹത്തിന്റെ കരുതൽ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരിച്ചിട്ടുള്ള 2ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. ഒന്ന് മഹാരാഷ്ട്രയാണ്. കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ ഏകദേശം കേരളത്തെക്കാൾ 3 ഇരട്ടി ജനസംഖ്യയുണ്ട് മഹാരാഷ്ട്രയിൽ. 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ്. 28,000 മരണങ്ങൾ പബ്ലിഷ് ചെയ്യാതെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ആ ശൈലജ ടീച്ചർ അന്തർദേശീയ തലത്തിൽ ഇപ്പോഴും കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതാണെന്നാണല്ലോ അഭിപ്രായം. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതാണ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ മരണപ്പെട്ട ആളുകൾ 2ാം സ്ഥാനമാണ് കേരളം. നിങ്ങൾ ഉത്തർപ്രദേശിലെ ഈ ഗംഗയിലൂടെ ഉത്തർപ്രദേശ് പോലെയോ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയോ അല്ല കേരളം. കേരളം ആരോഗ്യ രംഗത്ത് മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പൊ മികച്ചതായിരുന്നില്ല എന്നാണ് ചോദ്യം. അതല്ല ആരോഗ്യ രംഗത്ത്
5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് മികച്ചതല്ല. ആ. കാലാകാലമായി വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ ബോധ രംഗത്ത്, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, സാമൂഹ്യ ശുചിത്വം, ഇതിലൊക്കെ കേരളം ലോകത്തിൽ നമ്പർ 1 ആണ്. പക്ഷേ അപ്പോഴും അതിലൂടെ പ്രവർത്തനം മാത്രമാണ് കെ കെ ശൈലജയുടെ പ്രതിച്ഛ എന്നാണ് നിങ്ങൾ പറയുന്നത്. മരണത്തെക്കുറിച്ച് ഒരു സംശയം, ഈ മാക്സസ് പുരസ്കാരം കിട്ടിയത് PR വർക്കാണോ? അന്തർദേശീയ അംഗീകാരം കിട്ടിയത് ടൈം മാഗസിനിൽ വന്നത്? അന്തർദേശീയ അംഗീകാരത്തെ കുറിച്ചൊക്കെ, അന്തർദേശീയ അംഗീകാരം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഏത് തരത്തിലുള്ള അംഗീകാരമാണ് എന്നൊക്കെയുള്ള ജനങ്ങൾക്കറിയാം. അതൊക്കെ വിദേശികളായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുത്തുള്ള ചില അവാർഡുകളാണ്. അത്രേ ഉള്ളൂ. അതിനൊന്നും വലിയ പ്രൊപ്പഗൻഡയാണ്.